ഞാൻ ബിഗ് ബോസിൽ പോയതുകൊണ്ട് ജോയി ചേട്ടൻ ബിഗ് ബോസ് കണ്ടു. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് കണ്ടപ്പോൾ സമയത്ത് ജോജി ചേട്ടന് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില വിഷമങ്ങളുണ്ട്. അത് എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ആ വിഷമം പുള്ളിയുടെ മനസ്സിൽ കിടന്നപ്പം ആ വിഷമത്തെ കൺവേർട്ട് ചെയ്യാൻ പുള്ളി അതിനെ ഒരു കഥയാക്കി മാറ്റി. ആ കഥയിൽ 2 കഥാപാത്രങ്ങൾ വന്നപ്പോഴാണ് എന്നെ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന സാഗറിനെ ജുനീസിനെ അങ്ങനെയാണ്. അത് ഈ 2 കൂടെ ഇങ്ങനെ പോയിരുന്നു പാത്തിരുന്ന് സംസാരിച്ചിട്ട് നമ്മളിപ്പുറത്ത് ഒറ്റയ്ക്ക് എന്തോ ഇതൊന്നും ശ്രദ്ധിക്കാൻ നടക്കുമല്ലോ. പക്ഷേ മറ്റവർക്ക് പ്ലാനിങ് ആണല്ലോ നമ്മളെ തകർക്കാനുള്ള പ്ലാനിങ്. ബിഗ് ബോസിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടർ മാനറൈസേഷനും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ ജുനീസിന് മുടി പറ്റ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റ വെട്ടി കൊടുത്തത് കണ്ടിട്ടാണ് ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിടിച്ചത്. പക്ഷേ വന്നപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ആ സിനിമ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ നമ്മുടെ ലക്ഷ്യം. ദൈവം അനുഗ്രഹിച്ച് ഓൾറെഡി പേരിനൊപ്പം ഒരു ഡയറക്ടറുണ്ട്, റൈറ്ററുണ്ട്. സിനിമ വിജയിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതായി മാറിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ജീവിക്കാനുള്ള പൈസയാണ്. അപ്പോൾ അത് മാക്സിമം കൺവേർട്ട് ചെയ്ത് ഫിനാൻഷ്യലി എത്രത്തോളം സ്റ്റേബിളായി നിൽക്കാൻ കഴിയുന്നോ അത്രത്തോളം സ്റ്റേബിളായി കഴിഞ്ഞാൽ സിനിമ എപ്പോഴും ചെയ്യാം.